എം.ജി. പ്രതീഷ് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, മന്ത്രിസഭാ യോഗത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ ഒക്കെ CPI ഉയർത്തിയ വിയോജിപ്പുകൾ പാടെ അവഗണിച്ചത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് PM ശ്രീ പദ്ധതിയിൽ ഇന്ന് ഒപ്പുവച്ചിരിക്കുന്നു. CPIയുടെ നേതൃയോഗമൊക്കെ തിരുവനന്തപുരത്ത് ചേരുമ്പോഴാണ് ഈ വാർത്ത ഒരുപക്ഷെ ഇടുത്തി പോലെ ആ പാർട്ടിക്ക് മേൽ വന്ന് പതിച്ചത്. എന്താണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? CPM നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? CPI എന്ത് ചെയ്യും എന്ന് നോക്കി മാത്രം തുടർ നീക്കങ്ങൾ എന്നതായിരിക്കും സർക്കാർ അല്ലെങ്കിൽ CPM സമീപനം, അല്ലേ? വിജയകുമാർ, തീർച്ചയായും 2022 മുതൽ PM ശ്രീ പദ്ധതിയെ എതിർത്ത സംസ്ഥാനമായിരുന്നു കേരളം. ആ എതിർപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് CPI ആയിരുന്നു. തുടക്കം മുതൽ തന്നെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ട എന്നുള്ള നിലപാടായിരുന്നു CPI സ്വീകരിച്ചിരുന്നത്. ഒപ്പം ഇന്ന് അത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള ഒരു സമയം വന്നപ്പോൾ മന്ത്രിസഭാ യോഗത്തിലും ഇടതുമുന്നണിയിലും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ അറിയിച്ച ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി ഒപ്പുവയ്ക്കുന്നത്. അത് CPIയെ സംബന്ധിച്ച വലിയ ഒരു CPI ഇതുവരെ മുന്നോട്ട് വെച്ച ഇതിൽ നിന്നൊക്കെ തന്നെ CPIക്ക് ഉണ്ടാകുന്ന വലിയ തിരിച്ചടിയാണ്. മുന്നണി മര്യാദകൾ ലംഘിച്ചു എന്ന് ബിനോയ് വിശ്വം തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുന്നണിക്കുള്ളിൽ CPIയും ഏത് തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമോ എന്നതാണ് പ്രധാനമായും ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി കൂടുതൽ പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. നാളെ വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കം മുതൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് വെറുതെ കേന്ദ്ര ഫണ്ട് കളയേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒപ്പം 1500 കോടിയോളം ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ കേന്ദ്ര ഫണ്ടായി തന്നെ സംസ്ഥാനത്തിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ അത് വേറെ ഏതെങ്കിലും തരത്തിൽ ആ ഫണ്ട് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട്. ഒപ്പം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഏതെങ്കിലും തെറ്റായ അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്. പക്ഷേ അപ്പോഴും ഈ PM ശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ആദ്യമായി തന്നെ പറയുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നടപ്പിലാക്കണമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് നടപ്പിലാക്കില്ല എന്നുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി കൈക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ, എന്തായാലും നാളത്തെ പകൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ വിഷയത്തിൽ എന്താണ് CPI എടുക്കാൻ പോകുന്ന സമീപനം എന്നതാണ് വളരെ നിർണായകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.